പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ അൾത്താരയിലെത്തി സാക്ഷ്യം പറയാനുള്ള സാഹചര്യമൊരുക്കിയതിന് യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. അതേപോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ആക്കിയതിന് ഒരുപാട് നന്ദി. തുടർന്നും ഉടമ്പടി ജീവിതത്തിൽ തന്നെ തുടരുമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് തരുന്നു. എൻ്റെ പേര് തുഷാര നായർ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ മോനും അമ്മയും ബ്രദറിൻ്റെ വൈഫും കുഞ്ഞുമാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് 2019 എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. സോ അന്നൊന്നും ഞാനത് അത്ര വാല്യൂ കൊടുത്തിരുന്നില്ല. അങ്ങനെ പലതവണ കൃപാസനം പത്രം എൻ്റെ കൈകളിലും എത്തി. ഞാനത് എവിടെയൊക്കെയോ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞു. പിന്നീട് ഞാൻ വിദേശത്ത് ജോലിക്കായി എത്തി. അവിടെ നിന്ന് വീണ്ടും എൻ്റെ ഒരു സുഹൃത്ത് വഴി കൃപാസനത്തെ പറ്റി എന്നെ അമ്മയെ അറിയിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ ഒരു ഉൾവിളിയുണ്ട്, ഞാനിവിടെ എത്തണമെന്നുള്ളൊരു കാര്യം മനസ്സിലായി. അങ്ങനെ 2025 ഒക്ടോബർ 2023 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ ആദ്യം നിയോഗമായിട്ട് വെച്ചത് എൻ്റെ സഹോദരന് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്താൽ അടുത്ത മാസം തന്നെ വൈഫ് പ്രഗ്നൻ്റ് ആവുകയും അതേപോലെ തന്നെ PCODയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ള ഡോക്ടർ ഇൻഫോം ചെയ്തിരുന്നു. സോ അങ്ങനെ ഉടമ്പടി എടുത്ത് 1 മാസം ആയപ്പോഴേക്കും വൈഫ് പ്രഗ്നൻ്റായി. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ അമ്മ നൽകി അനുഗ്രഹിച്ചു. അതിന് ഞാൻ അമ്മയോട് നന്ദി അറിയിക്കുന്നു. പിന്നീട് എൻ്റെ മോന് ശരീരത്തിൽ ഇങ്ങനെ വൈറ്റ് പാച്ചസ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അത് പല മെഡിസിൻസ് കഴിച്ചിട്ടും അത് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഉടമ്പടി തൈലം പൂശി സ്വർഗസ്നായ പിതാവേയും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ പാച്ചസ് കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞു പോയി. പിന്നെ എൻ്റെ ജോലിക്കാര്യം തന്നെയായിരുന്നു അത്. ആ ഉടമ്പടി കാലാവധിയിൽ തന്നെ എനിക്ക് വിദേശത്ത് വീണ്ടും ജോലി ലഭിച്ചു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടത്തി തന്നപ്പോൾ ഞാൻ അമ്മയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മറന്നു. പ്രാർത്ഥനകളുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉടമ്പടി ജീവിതം ഉപേക്ഷിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ എവിടെ അമ്മ എന്നെ കൊണ്ട് എത്തിച്ചോ അവിടെ നിന്ന് ഒന്നും അല്ലാതാക്കി. സോ ഞാൻ വീണ്ടും സൗദിയിൽ നിന്ന് ഞാൻ റിട്ടേൺ വന്നു. അങ്ങനെ 19/10/2025 ഞാൻ വീണ്ടും ഉടമ്പടി ജീവിതം ആരംഭിച്ചു. അവിടെ ഞാൻ ആദ്യമായിട്ട് നിയോഗം വെച്ചത് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കൈ പൊക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, അതേപോലെ കാർഡിയാക് മെഡിസിൻസൊക്കെ ഉണ്ടായിരുന്നു. സോ അമ്മയെ സമർപ്പിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. അതിനുശേഷം അമ്മ കംപ്ലീറ്റ് ആയിട്ട് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തു. അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസിൽ വളരെ മാറ്റം വന്നു. പിന്നെ എൻ്റെ മോൻ്റെ ലിപ്സിൽ ഒരു അബ്നോർമൽ മൂവ്മെൻറ്റ് പോലെ കണ്ടിന്യൂസ്ലി മൊബൈൽ വാച്ച് ചെയ്യുമായിരുന്നു. സോ എനിക്കങ്ങനെ ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഷിവർ ചെയ്യുന്ന പോലെ തോന്നി. അത് അപ്പം എനിക്ക് മനസ്സിലായി അമ്മ എന്നെ ഓർമ്മിപ്പിച്ചതാണ്. പഴയ ഒരു സാക്ഷ്യം കിടക്കുന്നു. കാരണം ആ ഉടമ്പടി തൈലം പുരട്ടി അവൻ്റെ അസുഖങ്ങളൊക്കെ മാറി. അത് ഞാൻ അമ്മയെ ഓർമ്മിപ്പിച്ച് തന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങുമ്പം തൊട്ട് ഇനി എനിക്ക് ആ മൂവ്മെൻറ്റ് കാണിച്ചു തരരുത്, അവൻ പഴയതുപോലെ ആകണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനത് കണ്ടിട്ടേ ഇല്ല. അവൻ അങ്ങനെ ഒരു ഷിവറിങ്ങോ അബ്നോർമൽ മൂവ്മെൻറ്റ്സോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ കടബാധ്യത തന്നെയായിരുന്നു. വലിയൊരു എമൗണ്ട് തന്നെ. സാധാരണ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടുത്തെ ഒരു ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ എൻ്റെ ആ ഇൻകം കംപ്ലീറ്റ് നിന്നപ്പോൾ എനിക്ക് വലിയൊരു എമൗണ്ട്, ഒരു 10 ലക്ഷം രൂപയോളമാണ് എൻ്റെ കയ്യിൽ വന്നത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോയി. അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി 2026 ജനുവരി 19 അവിടെ ഞാൻ നിയോഗമായിട്ട് വീണ്ടും എൻ്റെ ജോലി കാര്യങ്ങൾ തന്നെ വെച്ചു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ അപ്പോഴും എന്നെ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബസിയിൽ നിന്നുള്ള അറ്റസ്റ്റേഷൻ അത് റിജക്റ്റായി. കാരണം ഞാൻ പല പ്രാവശ്യം റിട്ടേൺ സൗദി ഇങ്ങനെ വിദേശ രാജ്യങ്ങൾ പോയി വന്ന് നിന്നതുകൊണ്ട് അവർക്ക് അറ്റസ്റ്റ് ചെയ്യാൻ സ്ഥലമില്ല ആ സർട്ടിഫിക്കറ്റിൽ. സോ അതേപോലെ സർട്ടിഫിക്കറ്റിന് ഡാമേജ് ഉണ്ടെന്നുള്ളൊരു ഇഷ്യൂവും കൂടെ വന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച നേഴ്സിംഗ് കോളേജിന് എല്ലാ അക്രഡിറ്റേഷൻസും ഉണ്ടായിരുന്നു. ആ കോളേജ് സ്റ്റോപ്പായി.
സോ ഇതിനു മുമ്പ് ഞാൻ ഫേസ് ചെയ്തിട്ടില്ലാത്ത എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് ആ സമയം വന്നു. അപ്പോഴും ഞാൻ അമ്മയെ മുറുകെ പിടിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഇവിടെ എന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അത് മുന്നോട്ട് പോകുമെന്നുള്ള എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. സോ അങ്ങനെ ഇവർക്ക് ഏജൻസിക്കാർക്ക് ഒരു കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവരോട് സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചോദിച്ചിട്ട് അവർ തരുന്നുമില്ല. സോ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. എനിക്കങ്ങനെ രാഷ്ട്രീയക്കാരോ അങ്ങനെ പിടിപാടുള്ള ആരെയും അറിയില്ല. സോ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഗൂഗിളിൽ അങ്ങ് സെർച്ച് ചെയ്യുക. സോ ഞാൻ നമ്പർ സെർച്ച് ചെയ്തു. ആദ്യം ഒരു ലേഡിയുടെ നമ്പർ കിട്ടി. അവർ വേറെ ആളെ കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ അദ്ദേഹം ഈ ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം അവരോട് പറയുന്നു 5 ഡേയ്സിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് റിട്ടേൺ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ എൻ്റേതായ രീതിയിലൂടെ നീങ്ങും. സോ ഇവർ 3 ഡേയ്സിനുള്ളിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചെയ്തു. അപ്പോഴും എനിക്ക് ഈ കിട്ടിയിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ, ഞാൻ പാസ്സായിരുന്ന ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ പാസ്സായ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യത്തിലുള്ള ഒരു സ്ഥാപനമായിരുന്നില്ല. മീൻസ് ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഹോസ്പിറ്റൽസും അക്രഡിറ്റഡ് ആയിരുന്നു. സോ ഇത് ഞാൻ പ്രതീക്ഷിച്ചതിൽ സാലറി കിട്ടിയെങ്കിലും ഞാൻ എയിം ചെയ്ത ഒരു ഹോസ്പിറ്റലായിരുന്നില്ല. സോ എനിക്കപ്പം അവിടെ മനസ്സിലായി അമ്മ വേറെ എന്തോ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. അമ്മയായിട്ടുണ്ടാക്കിയ റീസൺസ് ആയിരുന്നു ഈ റിജക്ഷൻസ് എല്ലാം. സോ ഞാൻ അങ്ങനെ 26-ാം തീയതി വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ബ്ലെസ് ചെയ്തു. അങ്ങനെ എനിക്കൊരു 7 സ്റ്റാർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വരുവാണ്. അപ്പോൾ ഏജൻസി പറഞ്ഞു നമ്മൾ നല്ല മേക്കപ്പൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് ഇരിക്കണം, എന്നാലേ ഉള്ളൂ അവർ സെലക്ട് ചെയ്യത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മേക്കപ്പും ചെയ്തില്ല. ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചു. അതേപോലെ ജോസഫ് അച്ഛൻ തന്ന ആ ഒരു കാശുരൂപവും ഉടമ്പടി കാശുരൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ തുടരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവർ ചോദിക്കുമ്പോഴെല്ലാം എനിക്ക് അവരുടെ ആ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവർ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ പറയുന്ന ഈ ആൻസറിൽ. അങ്ങനെ വന്നപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് ഒരു വെൻറ്റിലേറ്റർ റിലേറ്റഡ് ആയിരുന്നു. ഞാൻ പറയാൻ സാധ്യതയുള്ള ഒരു ആൻസർ ആയിരുന്നില്ല. അപ്പം എൻ്റെ ചെവിയിലിരുന്ന് അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ എന്ന് പറഞ്ഞ് ABG എന്നുള്ള ഒരൊറ്റ ആൻസറായിരുന്നു അത് കേട്ടപ്പം അവർ വളരെ ഹാപ്പിയായി. സോ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവുമെന്നുള്ള ഉറപ്പായി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോളേജ് ക്ലോസായി. പിന്നെ ഈ വെരിഫിക്കേഷൻ ഇപ്പോൾ ഈ 2025 തൊട്ട് QVP എന്ന് പറഞ്ഞുള്ളൊരു വെരിഫിക്കേഷനുണ്ട്. സോ ഈ കോളേജ് ക്ലോസ് ആകുമ്പോൾ അവിടുന്ന് എങ്ങനെ വെരിഫൈ ചെയ്ത് കിട്ടും? അപ്പം ഞാൻ കോളേജിന് തന്നെ അത് ക്ലോസ് ആയെങ്കിലും വേറെ കോളേജസ് ഓപ്പൺ ആയിരുന്നു. ഞാനങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് അവരെ കോണ്ടാക്റ്റ് ചെയ്ത് അവരൊരു റിപ്ലൈയും തന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു യൂണിവേഴ്സിറ്റിയിലേക്ക് വെരിഫിക്കേഷൻ അയച്ചാലോ? അപ്പോഴും അവർ പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയക്കണമെന്ന് അത് ആ വെരിഫിക്കേഷൻ ടീമാണ് തീരുമാനിക്കുന്നത്. സോ സാധാ കോളേജസിൽ നിന്നാണ് വെരിഫിക്കേഷൻ അവർക്ക് വേണ്ടത്. എനിക്കറിയില്ല വിതിൻ ഡേയ്സിനുള്ളിൽ ആ കോളേജിൽ നിന്ന് എങ്ങനെയാണ് QVP റെഡിയായി എത്തിയെന്ന് എനിക്കറിയില്ല. അത് ഓക്കെയായി. പിന്നെ അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നുള്ള വെരിഫിക്കേഷനായിരുന്നു. അപ്പം 22nd അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പം അറബിക് രാജ്യങ്ങളിലൊക്കെ ഈദ് ഹോളിഡേയ്സ്. സോ ആ ടൈമിൽ അത് ഇഷ്യൂ ആക്കാൻ ആരുമില്ല. സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കോണ്ടാക്റ്റ് ചെയ്തു, പലരെയും കോണ്ടാക്റ്റ് ചെയ്തു, ഒരു രക്ഷയില്ല. 25th ആയപ്പോഴേക്കും എനിക്ക് അവിടെ നിന്നും അപ്രൂവൽ കിട്ടി. അതും കറക്റ്റായി. അതെനിക്കറിയില്ല ആ ഹോളിഡേയ്സിൻ്റെ ടൈമിൽ അത് ആരെങ്ങനെ ശരിയാക്കി തന്നു എന്നറിയില്ല. ഇതെല്ലാം എൻ്റെ പരിശുദ്ധ അമ്മയാണ് ചെയ്തു തന്നതെന്ന് എനിക്ക് അതിയായ വിശ്വാസമുണ്ട്. സോ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജോസഫ് അച്ഛനെ കണ്ടതിന് ശേഷം വീട്ടിലെത്തി ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഒരു വെളുപ്പിന് ഒരു 2 മണി ആയപ്പോഴേക്കും ഇങ്ങനെ വീട്ടിലെ പട്ടി ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു. സാധാരണ നമ്മൾ ക്യാമറയിലൂടെ ചെക്ക് ചെയ്യും, ഞാൻ എണീറ്റ് നോക്കാറില്ല. അന്ന് എന്നെ ആരോ പുഷ് ചെയ്ത് കൊണ്ടുപോവാണ്. നോക്കെന്ന് പറഞ്ഞ് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നപോലെ തോന്നി. ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്തപ്പം കണ്ടത് അടുത്തുള്ള വീടിൻ്റെ തോട്ടത്തിലൂടെ ഫുള്ള് തീ പിടിക്കുകയാണ്.
ആ വീടിൻ്റെ പരിസരത്തോട്ട് ആൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു അമ്മയും മോനും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു, ഞങ്ങൾ ചെന്നു, ഫയർഫോഴ്സിനെ വിളിച്ചു. അതങ്ങനെ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത് അമ്മയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അതിൻ്റെ അടുത്തും വേറെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു, ആരും കണ്ടില്ല. എൻ്റെ വീട്ടിലും ആരും കണ്ടില്ല, ഉടമ്പടിയിലായിരുന്നു, ഞാൻ തന്നെയാണ് കണ്ടത്. അങ്ങനെ എന്നെ ഓരോ കാര്യങ്ങളിലും എന്നെയും എൻ്റെ കുടുംബത്തിനെയും കൈ പിടിച്ച് നടത്തുന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെയായിരുന്നു പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമായിരുന്നു, ബൈബിൾ വചനം വായിക്കുമായിരുന്നു. അതിലെനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത്, ഞാൻ നിനക്ക് അഭിവൃദ്ധി വരുത്തുകയും നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഈ ഒരു വചനം ഒരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ റിപ്പീറ്റഡായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. അത് കിട്ടിയപ്പോഴൊക്കെ എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഓരോ ന്യൂസും വന്നുകൊണ്ടിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ക്യാൻസർ രോഗികൾക്കൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എൻ്റെ മുന്നിൽ വലിയൊരു കടബാധ്യതയുണ്ട്, പക്ഷേ അത് അമ്മ ആയിട്ട് അതിന് സോൾവ് ചെയ്യുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓൾഡ് ഏജ് ഹോമിലെത്തി എനിക്ക് പറ്റുന്ന രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഹെൽപ്പ് ചോദിക്കുന്ന ചില സിറ്റുവേഷൻസ് കാണുമ്പോൾ ഞാൻ അവർക്ക് ഗൂഗിൾ പേ ആയിട്ടാണെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികൾ. പിന്നെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തു. ദൈവത്തോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടി. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ബൈബിള് വായിക്കുമായിരുന്നു. ഉപവാസം ഇടയ്ക്ക് മുടങ്ങിപ്പോയിട്ടുണ്ട്, അതിന് ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുകയാണ്. എങ്കിലും ഉപവാസത്തിലും പങ്കെടുക്കുമായിരുന്നു. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 31-ാം അധ്യായം 9-ാം വചനമാണ്. ആശ്വസിപ്പിച്ച് നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ, ഒരു സ്നേഹദൈവത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കണ്ണീരോടെ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ തിരികെ നയിക്കുന്ന, കണ്ണീര് തുടച്ച് തിരികെ നയിക്കുന്ന ഒരു ഈശോയും ഒരമ്മയുമാണ് ഈ ആലയത്തിൽ നമുക്ക് അനുഭവമുള്ളത്. വരണ്ട മരുഭൂമിയിലേക്കല്ല, ജലസ്രോതസ്സിൻ്റെ അരികിലേക്കാണ്, ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഉടമ്പടി മക്കളെ ഈശോ കരം പിടിച്ച് നയിക്കുന്നത്. ഉടമ്പടിയിൽ ഇടറാത്ത നേരായ വഴിയിലേക്ക്, സുരക്ഷിതമായ വഴിയിലൂടെയാണ് ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുന്നത്. കൃപാസനത്തിൽ കണ്ണീരോടെ വരുന്ന മക്കളെ പരിശുദ്ധ അമ്മയാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ അപേക്ഷകൾ ഉടമ്പടിയിലൂടെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ വരണ്ട ജീവിതത്തിൽ നിന്ന് കൃപയുടെ ഉറവിടത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ആത്മീയ വഴിതെറ്റലിലാവാം. ആ വഴിതെറ്റലിൽ നിന്ന് നേരായ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഉടമ്പടിയിലൂടെയാണ്. ഉടമ്പടി എടുത്ത് 1 മാസത്തിനകമാണ് ഈ മകൾ കൺസീവ് ആയത്. ടൈം ഷോർട്ടനിൻ്റെ അമ്മയാണ്. ഈ അമ്മ തന്നെയാണ്, അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും നാളും സാധിക്കാത്ത കാര്യമാണ് ഉടമ്പടി എടുത്ത ഉടനടി പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ നടത്തി കൊടുത്തത്. അതുപോലെ തന്നെയാണ് ഈ മകൻ പറഞ്ഞത്, മകന് വളരെ യൂഷ്വലായിട്ട്, അതായത് മൊബൈൽ അഡിക്റ്റഡ് ആയിരുന്നു. എന്തോ ഒരു അബ്നോർമൽ ഒരു മൂവ്മെൻറ്റ്, ലിപ്പ് മൂവ്മെൻറ്റ് നോട്ടീസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ മകൾ വീണ്ടും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു സാക്ഷ്യം കേട്ടിരുന്നു. അതിന് പ്രകാരം ഈ മകൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകന് അതിൽ നിന്നും ഒരു വിമോചനമാണ് ലഭിച്ചത്. പിന്നീടുണ്ടായിരുന്ന ഒരു വലിയ ഹൈ ലോൺ ഉണ്ടായിരുന്നു. അതും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ, ഒരു വ്യക്തിയിലൂടെയാണ് കടബാധ്യത ക്രമീകരിക്കാൻ സാധിച്ചത്. അതും അപ്രസിദ്ധം ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ആ വ്യക്തി കടന്നു വരികയും ആ വ്യക്തിയിലൂടെയാണ് ആ ഇടപാടലുകൾ ക്രമീകരിക്കാൻ സാധിച്ചത്. അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. പിന്നീട് വിദേശത്ത് ജോലി കിട്ടി പോയപ്പോഴും പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്, പരിശുദ്ധ അമ്മയിൽ നിന്നും ഉടമ്പടിയിൽ നിന്നും
ഒരല്പം കുറവ് കാണിച്ചു. അത് ആ മകൾ തന്നെ പറയുന്നുണ്ട്, ഇളവ് ആ കുറവ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് വന്ന് വീണ്ടും കൂടുതൽ തീക്ഷ്ണതയോടെ വന്ന് ഉടമ്പടി പുതുക്കിയായിരുന്നു. 2023 മോള് എബ്രോഡിന് പോയത്. പിന്നെ 2025 വന്ന് ജീവിതം വീണ്ടും തകർന്ന് ഒരു മുന്നോട്ട് പോകാനായിട്ടൊരു വഴിയില്ലാതായപ്പോൾ വീണ്ടും പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് തിരികെ വന്ന് പഴയതിലും കൂടുതൽ തീക്ഷ്ണതയോടെ കൂടുതൽ സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് വീണ്ടും ഉടമ്പടി എടുക്കുകയായിരുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 23-ാം വചനം പറയുന്നത് പോലെ എളിമപ്പെടൽ ദൈവത്തിലേക്കുള്ള ഒരു ദൈവബോധലിൻ്റെ തിരിച്ചുവരവിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് ഈ മകള് സ്നേഹത്തോടെ കൂടുതൽ വാത്സല്യത്തോടെ ഒരു തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. അങ്ങനെ 2025 വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. പിന്നീടാണ് അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാലിനും കൈകൾക്കൊക്കെ നല്ല വേദനയും നീരൊക്കെ ഉണ്ടായിരുന്നിടത്ത് അവിടെയും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായിട്ട് അമ്മയ്ക്ക് രോഗസൗഖ്യം ലഭിച്ചു. അതുകൊണ്ടാണ് അമ്മയും പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഇവിടെ നമ്മുടെ സന്നിധിയിൽ നിൽക്കുന്നത്. പിന്നീട് ഈ മോൾ പറഞ്ഞ ജോബിൻ്റെ കാര്യമായിരുന്നു. ജോലിക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ പ്രാർത്ഥന കൈവപ്പ് ശുശ്രൂഷ വഴി ഈ മകൾക്ക് നല്ലൊരു ജോലി, അതായത് ആ മകൾ നല്ല വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു മേക്കപ്പ് ഇട്ട് നല്ല ക്ലിയറായിട്ട് നിൽക്കണം, ഏത് ഇൻ്റർവ്യൂവിന് പോയാലും പേഴ്സണാലിറ്റി ഈസ് എ മസ്റ്റ്, സോ നല്ല പേഴ്സണാലിറ്റിയിൽ വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മകളുടെ പേഴ്സണാലിറ്റി ലിപ്സ്റ്റിക്കിന് പകരം മകൾ ഉപയോഗിച്ചത് ഉടമ്പടി തൈലമാണ്. ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവുമാണ്. ഇതാണ് ഉടമ്പടി മക്കളെ മറ്റു മക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഉടമ്പടി മക്കൾ എപ്പോഴും ഈശോയുടെയും അമ്മയുടെയും കൂടെ നിന്ന് അവരുടെ ഇഷ്ടം അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെയാണ് ഏത് ഇൻ്റർവ്യൂവിനും പോകുന്നത്. അതുകൊണ്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ഇൻ്റർവ്യൂ ഒരു വ്യത്യസ്തമായ റിസൾട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ മകൾ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് വളരെ ഡിഫിക്കൽട്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു, കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷേങ്കിൽ അവിടെയും ഈശോയും അമ്മയും ഇടപെട്ട് ഈ മകൾക്ക് നല്ലൊരു റിസൾട്ട് നൽകി ഇൻ്റർവ്യൂവിന് പാസ്സാവുകയും ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ, ഒരു ഫേമസ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ജോലി കൊടുക്കുകയുമായിരുന്നു. ഇതും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൾ പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ഒരു കൃപയാലാണെന്നാണ്. കാരണം തൻ്റെ മെറിറ്റ് അല്ല, എല്ലാ മെറിറ്റും ദൈവത്തിനാണ് കൊടുക്കുന്നത്. ഈശോയ്ക്കും അമ്മയും നമ്മുടെ ജീവിതത്തിൽ സെൻറ്റർ ആകുമ്പോൾ എല്ലാ ക്രെഡിറ്റും ദൈവത്തിനാണ് പോകുന്നത്. ആ ദൈവം നമ്മുടെ കേന്ദ്ര ബിന്ദു ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ആകെ ഒരു മാറ്റം വരുന്നത്. ഈശോയ്ക്കും അമ്മയും നമ്മൾ സ്ഥലം കൊടുക്കുമ്പോൾ അവർ തന്നെ എല്ലാ കാര്യവും ഇടപെട്ട് നമ്മുടെ കാര്യത്തിലെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. തന്നെയുമല്ല ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അച്ഛൻ, നമ്മൾ മിക്ക കുട്ടികളും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ നമുക്കറിയാം. അച്ഛന് ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ ആസ്തിയാണ്. അച്ഛൻ ചൊല്ലിയ കൊന്തകൾ, അച്ഛൻ ചൊല്ലിയ പ്രാർത്ഥനകൾ, അച്ഛൻ ജീവിച്ച ത്യാഗപൂർണ്ണ ഒരു ജീവിതം, ആ ജീവിതത്തിലെ ആത്മീയ ആസ്തിയിലാണ് നമുക്കെല്ലാം ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹമാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ നമ്മളോട് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ മകളോടും അച്ഛൻ പ്രാർത്ഥിച്ചു, മോളെ നീ രക്ഷപ്പെടുമെന്ന് പ്രാർത്ഥിച്ചു വിടുമ്പോഴും ദൈവത്തിൻ്റെ ഓരോ കരുതലാണിത്. കാരണം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവം സംസാരിക്കുകയാണ്. ഒരു ദിവസം വീട്ടിൽ പെട്ടെന്നാണ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അടുത്ത വീട്ടിൽ തീ കത്തുന്ന കണ്ടത്. അതും ഒരു ഉൾപ്രേരണയാണ് ഈ മകൾക്ക് കിട്ടിയത്. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അതൊരു വലിയ സംരക്ഷണമായിരുന്നു. ആ വീടിന് മാത്രമല്ല, ആ ചുറ്റിലുമുള്ള വീട്ടിലും ഇവർക്കും ഒരു സംരക്ഷണമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം സംരക്ഷിക്കുന്ന, ഒരു കരുതലിന്, ഒരു പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അതുപോലെ തന്നെയാണ് സുഗന്ധാഭിഷേകവും ദൈവത്തിൻ്റെ ഈശോയുടെ അടയാളവും. അത് ആ ഫ്രേഗ്രൻസിൽ കൂടെയും ധ്യാനത്തിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഉടമ്പടി ജീവിതം. ഈശോയും അമ്മയും പുറപ്പാട് പുസ്തകത്തിൽ 33-ാം അധ്യായം 16-ാം വചനം പറയുന്നത് പോലെ, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനതയും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരാകും. അതാണ് നമ്മുടെ വ്യത്യാസം. ഏത് മതമായാലും എന്തു തന്നെ ആയാലും ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമാണ്. ദൈവമാണ് ഏറ്റെടുത്ത് നടത്തുന്ന ഓരോ കാര്യങ്ങളും. ദൈവത്തിന് പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വചനം. ദൈവത്തിൻ്റെ പ്രശംസ, അതായത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ സ്വന്തമായിട്ട്
ഉടമ്പടി വഴിയാണ് ദൈവം ഒരാളെ സ്വന്തമാക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വന്തമാകാനായിട്ട് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകളും കഷ്ടതകളും വന്നാലും ഈ സന്നിധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് വരുമ്പോൾ സന്തോഷത്തോടെ മടങ്ങുകയാണ്. കാരണം അമ്മ മാതാവ് എല്ലാവരെയും ഈശോയിലേക്കാണ് നയിക്കുന്നത്. ദുഃഖത്തിൽ ക്ലേശത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. ആത്മീയമായ വരൾച്ചയിൽ ദൈവകൃപയിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. വഴിതെറ്റിയവരെ അമ്മയാണ് തിരികെ കൊണ്ടുവരുന്നത്. നമ്മുടെ കണ്ണീർ പ്രാർത്ഥനയായി ദൈവത്തിന് മുൻപിൽ മാറുമ്പോൾ അമ്മ അത് കൃപയാക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഈശോയ്ക്കും അമ്മയ്ക്കും ഇടയും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. തുഷാര നായറിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.